അല്ല, ശ്വേത രാജിവെക്കുന്നതിലുപരിയായിട്ട് ബാക്കിയുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന്. അവരാരും ചെയ്തില്ല, അപ്പോൾ ശ്വേത ചെയ്തു. അല്ല, അപ്പോൾ എന്തേ പറ്റും? അല്ല, അങ്ങനെയല്ല. സ്ത്രീകൾക്ക് നിലനിൽക്കാൻ കഴിയാത്തതല്ല. സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പം നിലനിൽക്കും. അതിന് അനുവദിച്ചു കൊടുത്തത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ടാവാം, തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവും. അല്ല, ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റി. നിങ്ങൾക്കറിയാമല്ലോ, മിണ്ടാതെ ഈ പ്രദേശത്തോട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്തടിസ്ഥാനത്തിൽ കുങ്കു പരമേശ്വരൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടെ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. മുന്നോട്ട് പോക്ക്, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയുക, ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരെ ഭരണസമിതിയിൽ. പെണ്ണുങ്ങൾ വളരെ കുറവാണ്. പെണ്ണുങ്ങളില്ല മോനെ, സത്യത്തിൽ അവര് ഇല്ല. അതിന്റെ ചെറുപ്പക്കാരാണല്ലോ വരേണ്ടത്. അവര് അങ്ങനെ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആ മക്കള് ദുബായിന്ന് ഷൂട്ടിങ് കളഞ്ഞു വരികയും ചെയ്യും. അല്ല, കണക്കിന്റെ പൊരുത്തക്കേടാണ് അവര് ശ്വേതയ്ക്കൊരു വല്ലാതെ വല്ലായ്മ തോന്നി ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് ശരിയല്ല, കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത് സെക്രട്ടറിയും ട്രഷററും ഒക്കെയാണ്. പക്ഷേ അത് അവരും ഉണ്ടാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് തോന്നിക്കാണ് ഞാനായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഈ സീനിയേഴ്സായിട്ടുള്ള നടന്മാർ തീരുമാനിക്കണം. അവരിങ്ങനെ മൗനം പാലിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ആ ആനുകൂല്യങ്ങൾ, പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷേ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 അയിലെ തടുപ്പിക്കരുത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തെ കമ്മിറ്റി, ഇപ്പോഴത്തെ കമ്മിറ്റി, ഇതിലാരൊക്കെയാണ് ആരോപിതരെന്നൊന്നും ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേരെ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ.